ഗുലാം നബി ആസാദ് ടെലിഫോൺ ലൈനിലുണ്ട്. ആസാദ്, ഇവിടെ നടപടി ഉണ്ടായി KSCയുടെ ഭാഗത്ത് നിന്ന് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു എങ്കിൽ പോലും KSCBക്ക് അനുകൂലമായി ചില വിലയിരുത്തലുകളും പൊതുസമൂഹം നടത്തുന്നുണ്ട്. കാരണം ആക്രമണം നടത്തിയ ഒരാളുടെ വിഷയം അതങ്ങനെ മാറ്റി നിർത്താനാവില്ലല്ലോ എന്നുള്ളതാണ്. KSCB ജീവനക്കാരുടെ സംയുക്ത സമരം പ്രതിഷേധമൊക്കെ അവിടെ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഈ കുറ്റക്കാരനായ ഇയാൾക്കെതിരെ ശക്തമായ നടപടിയുമായി പോലീസും മറ്റു ആളുകളും മുന്നോട്ട് പോകുന്നുണ്ടോ? KSCB ഓഫീസ് തകർത്ത അജ്മൽ എന്ന യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയുള്ള നിയമ നടപടികൾ ഇപ്പോൾ തുടർന്നിരിക്കുകയാണ്. അജ്മലും സഹോദരൻ ഷഹദാദും ഇപ്പോൾ റിമാൻഡിൽ കഴിയുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു 2 ദിവസം നീണ്ടുനിന്ന വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിലാണ് കഴിഞ്ഞ ദിവസം ഇവരുടെ വൈദ്യുതി പുനഃസ്ഥാപിച്ചത്. ഇവരുടെ വീട്ടിലെ വൈദ്യുതി വിച്ഛേദിച്ചതിനെതിരെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരും ഇവർ മറ്റ് നാട്ടുകാരുമെല്ലാം ഇതിന് പ്രതിഷേധവുമായി എത്തിയത്. എന്നാൽ ഇവരുടെ മകൻ നടത്തിയ അക്രമത്തിനെതിരെയുള്ള നിയമ നടപടികൾ തുടരണം എന്നാണ് ഈ പ്രതിഷേധക്കാർ തന്നെ പറയുന്നത്. എന്നാൽ പോലും ഇന്ന് KSCB ജീവനക്കാരുടെ നേതൃത്വത്തിൽ തിരുവമ്പാടി അങ്ങാടിയിൽ പ്രതിഷേധ പ്രകടനവും വിശദീകരണ യോഗവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ ഉദ്യോഗസ്ഥർ പറയുന്നത് വെച്ചാൽ ഇത്തരത്തിൽ ആക്രമിക്കുന്ന ആളുകളെ ഒറ്റപ്പെടുത്തണമെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഈ യൂണിയൻ നേതാക്കൾ പറയുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ മറിയം നൽകിയ പരാതിയിൽ തിരുവമ്പാടി പോലീസ് കേസെടുത്തിരുന്നു. ആ കേസ് വ്യാജമാണെന്നും എന്നാണ് ഇപ്പോൾ തൊഴിലാളി നേതാക്കൾ പറയുന്നത്. ഈ കുടുംബം പറയുന്നത് ഇതിനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോഴും നിയമ നടപടികളും പരാതികളും കേസുകളും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയം. അതാണ് സാഹചര്യം. ഏതായാലും ഇപ്പോഴും അത്തരത്തിൽ